പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാം പാദവാർഷിക പരീക്ഷ അറബിക്ക് 8ാം ക്ലാസ്സിൻ്റെ അറബിക്ക് ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളും ഈ ചാനലിൽ തന്നെ 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് പോയി കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നൊന്ന് ചോദ്യം നോക്കാം. അജിബ് അനിൽ അസ്ഇലത്തി ഹസബൽ ഇർഷാദാത്ത്. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക നിർദ്ദേശങ്ങൾക്കനുസരിച്ച്. കാന ജാസിർ മുത്തത്തവ്യം ഫി മദ്രസത്തി. ജാസിർ സ്കൂളിലൊരു വളണ്ടിയറാണ്. കാന വാലിദുഹു റജുലൻ ജവാദൻ. അവൻ്റെ വാപ്പ ഒരു ഉദാരനായ മനുഷ്യനാണ്. യൗമൻ തൊലബ ജാസിർ മിൻ വാലിദിഹി. ഒരു ദിവസം ജാസിർ വാപ്പാനോട് ചോദിച്ചു, സുന്ദൂഖൻ യജ്മഉ ഫീഹി നുഖൂദ്. എന്തിനാണ്? അവനതിൽ നാണയങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സുന്ദൂക്ക് പെട്ടി ചോദിച്ചു. അയത്താഹുൽ വാലിദ്. വാപ്പത് കൊടുത്തു. ആ സുന്ദൂഖ് പെട്ടി കൊടുത്തു. ഫസാറ മസ്റൂർ. അങ്ങനെ അവൻ ഹാപ്പിയായി. ചോദ്യം, തൊലബ ജാസിർ മിനൽ വാലിദ്. വാലിദിനോ വാപ്പയോട് ജാസിർ സുന്ദൂക്ക് ചോദിച്ചു. ലിജംഇ. എന്തിനാണ്? ലിജംഇ അൽ കുത്തുബ് അൻ നുഖൂദ് അൽ മലാബിസ്. നുഖൂദ്സ് അല്ലേ, നുഖൂദ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇഖ്തരിത് തസ്രീഹ് സോഹി. ശരിയായ പ്രസ്താവന. വാലിദ് ജാസിർ ബഖീൽ. ജാസിറിൻ്റെ വാപ്പ ഒരു ബഖീലാണ്, പിശുക്കനാണ്. വാലിദ് ജാസിർ മുസാരിയ. ജാസിറിൻ്റെ വാപ്പ ഒരു കൃഷിക്കാരനാണ്. വാലിദ് ജാസിർ ജവാദ്. ജാസിറിൻ്റെ വാപ്പ ഒരു ജവാദ്, ഒരു ഉദാഹരണമാണ്. ഇതിൽ ശരിയായത് ഏതാ? ജവാദ് അല്ലേ. ഈ ഉത്തരമാണ് ശരി, കാരണം ഇവിടെ ജവാദ് എന്ന് പറയുന്നുണ്ട്. സിൽബിൽ മുനാസിബ്. യോജിച്ച് ചേർത്ത് എഴുതുക. ജാസിർ അഴ്ത്തൽ വാലിദ്. എങ്ങനെ ചേർക്കാം? ജാസിർ മുതത്തവ്യ അഴ്ത്തൽ വാലിദ് അസ്സുന്ദൂഖ്. ഓക്കെ. ഇനി ഇഖ്റ സത്ര ഫിൽ മുറബ്ബ വഖ്തർ തസ്രീഹം മുവാഫിഖൻ ലഹു ഫിൽ മഅന. താഴെയുള്ള പാരഗ്രാഫ് ബൈത്ത് വായിച്ചിട്ട് അതിന് അനുയോജ്യമായ വരി ഏതാന്നിട്ട്. ഏതാണ്? ഫത്തിബ് ഐഷൻ ഫൈനൽ ഉംറ ഷംസുൻ. നീ ജീവിതം നന്നാക്കുക, കാരണം വയസ്സൊരു സൂര്യനാണ്. തഗ്റുബു വൽ ഹയാത്തു ഇല സവാലി. അത് അസ്തമിക്കും, ജീവിതം അകന്നു പോകും. ഇവിടെ അത് പറയുക, അൽമാലു വൽ ഔലാദു സീനത്തു ദുനിയ അൽ ഫാനിയ അൽ ഉംറു കം ഷംസ് ഫിൽ അൽ ഹയാത്തു തസൂൽ. ഇതാണ് ഉത്തരം വരിക അല്ലേ. ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. അതിലാണ് വയസ്സ് ഷംസിനെ പോലെയാണെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അജിബ് അനിൽ അസ്ഇലത്തില്ലാത്തിയ 5 മുതൽ 7 വരെ. സഹിഹിൽ കലിമത്തില്ലതി തഹ്തഹാ ഖത്തുൻ. എന്താണ്? താഴെ അടിവരയിട്ടത് പദങ്ങളിൽ തെറ്റിതിരുത്തുക. ഫാത്തിമ റജഅ മിനൽ ബൈത്സ്. എങ്ങനെ വരിക? ഫാത്തിമ റജഅത്ത് മിനൽ ബൈത്ത് എന്നാവും. തെറ്റതാണ്. ഫാത്തിമ ആയതുകൊണ്ട് റജഅ എന്ന് പറഞ്ഞാൽ പോലെ. അൽ ഔലാദു റജഅത്ത് മിനൽ ബൈത്സ്. ഔലാദ് കുട്ടികൾ കുറേ പേരുണ്ട്. അപ്പോൾ റജഅത്ത് എന്നല്ല, റജഊന്ന് എഴുതണം. വാവിട്ടിട്ട് അലിഫിട്ട് എഴുതൂലേ, റജഊന്ന്. ഏതുപോലെ? ഇതുപോലെ. ഉണ്ടോ? റജഊന്ന് എഴുതിയിരിക്കണ്. ഇതുപോലെ എഴുതണം. ഓക്കെ. അടുത്ത ചോദ്യം, ലഅൽ അദ്ദാദലിൽ കലിമാത്തില്ലത്തി തഖ്തഹാ ഹത്തുൻ. താഴെ അടിവരയിട്ട പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ജാഅ ഗനിയുൻ ഇല ബൈത്ത് റയ്യാൻ. ഒരു ധനികൻ റയ്യാൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ജാഅ ഫഖീർ. ഗനി എന്തായി? ഫഖീറായി. ഫിൽ ബേരി മാഉൻ ഖലീൽ. കിണറ്റിൽ കുറച്ച് വെള്ളമാണുള്ളത്. അപ്പോൾ ഫിൽ ബേരി മാഉൻ കസീർ നോക്കണം അല്ലേ. ഖലൈതു ഫിൽ ബൈത്ത് തൂലൻ നഹാർ. രാവ് മുകളിൽ ഞാൻ വീട്ടിൽ കഴിച്ചു കൂടി. അപ്പോൾ തൂലൽ ലൈൽ നോക്കണം കേട്ടോ. അതുപോലെ ഇനി അടുത്തത് തർജും ഇലാ ലോകത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള ബുദ്ധിയുള്ളത്, മനസ്സുള്ളത് അല്ലേ. ഇത്ആമുൽ ഫഖീർ ഖൈർ. ദരിദ്രനെ ഭക്ഷിപ്പിക്കുന്നത് നന്മയാണ്. എങ്ങനെ എഴുതാം? സുരക്ഷിതമായ ശരീരത്തിലാണ് സുരക്ഷിത ബുദ്ധി, ദരിദ്രന് ഭക്ഷണം നൽകൽ നന്മയാണ് എന്നെഴുതാം. അടുത്ത ചോദ്യം, ലാഹിൽ സൂറ വാഇദ് തഅലീക്കൻ മുനാസിബ്. ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ.
ചിത്രത്തിന് അനുയോജ്യമായ ഒരു ക്യാപ്ഷൻ കൊടുക്കാനാണ് പറയുന്നത്. എന്തായിരിക്കും ക്യാപ്ഷൻ? ലൈസൽ അമ ഐബൻ. എന്താണ്? അന്ധത ഒരു ഐബല്ല എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, സാഇദ്സ് സഹായിക്കുക എന്ന് കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അൽ മുസാഅദത്തു സഹായം ഖൈറുൻ നന്മയാണ് എന്നൊക്കെ വേണം കൊടുക്കാം കേട്ടോ. റത്തിബിൽ കലിമാത്ത് ഹമാഫിൽ മിസാൽ അല്ല റക്കിബിൽ കലിമാത്ത്, കലിമാത്തുകൾ എന്താണ് അതിനെ ഘടനയുണ്ടാക്കുക. മിസാൽ കസുറു ഖനിയിൻ, ഇവിടെ എന്തായി? കസുറുൽ ഖനിയിനായി അല്ലേ? അപ്പോൾ ഇത് മുലാഫ് മുലാഫിലേഹിയായി. കസുറുൽ ഖനിയി കബീർ. അപ്പോൾ കൂഹ് ഫക്കീർ, അപ്പോൾ എന്ത് വരണം? കൂഹുൽ ഫക്കീരി സഗീറുൻ. ഉഷ് ബുൽബുൽ, അപ്പോൾ ഉഷുൽ ബുൽബുലി, ഉഷുൽ ബുൽബുലി ജമീലുൻ എന്ന് എഴുതണം അല്ലേ? ഉഷുൽ ബുൽബുലി ജമീലുൻ. അടുത്തത് 3 ലാഹിലുൽ ജദ്വൽ വാൻഷ മിൻഹ സലാസ ജുമലിൻ കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ 3 ഉണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്തഹറ ബിൽ അമാന, റാഷിദുൻ ഇഷ്തഹറ ബിൽ അമാന. അടുത്ത എങ്ങനെ പറയാം? വസലത്ത് അല്ലേ? അൽ മുദർരിസത്തു വസലത്ത് ഇലൽ മദ്രസ. ഓക്കെ, പിന്നെയോ അടുത്ത സെൻറ്റൻസ് എന്ന് പറയാം? അൽ വലതു ദല്ല അല സൂഖ്. ദല്ല അല സൂഖ്, കുട്ടി സൂക്ക് കാണിച്ചു കൊടുത്തു. അടുത്തതോ? അൽ വലതു ഖാമ ബി വാജിബിഹി. അൽ വലതു ഖാമ ബി വാജിബിഹി. വേറെ മോഡല് ഇതാ, മുഹമ്മദുൻ ഖാമ ബി വാജിഹി, മുഹമ്മദ് ഡ്യൂട്ടി ചെയ്തു. റാഷിദുൻ ദല്ല അല സൂഖ്, റാഷിദ് സൂക്ക് കാണിച്ചു കൊടുത്തു. കണ്ട, ഇതുപോലെ സെൻറ്റൻസ് ആക്കി എഴുതാനാണ് വേണ്ടത്. അടുത്ത 9 കമിൽ ജുമല ബിൽ കലിമത്തിൽ മുനാസിബ മിനൽ മുറബ്ബ. അൽ ഖിതാറാത്ത് തസീറു ഫി സിക്കത്തിൽ ഹദീസ്. ട്രെയിനുകൾ റെയിൽപാളത്തിലൂടെ പോകുന്നു. അപ്പോൾ ആ സഫീനത്ത് തസീറു ഫി എവിടെ പോവും? സഫീനത്ത് അൽ മസാർ അൽ ബഹരി, കടൽപാത അല്ലേ? അതങ്ങനെ തന്നെ. ആ ത്വായിറ ഏതോ? ത്വായിറത്ത് ഫ്ലൈറ്റ് തസീറു അലൽ മസാരിൽ ജവ്വി അല്ലേ? ഫ്ലൈറ്റ് അന്തരീക്ഷ പാതയിലൂടെയാണ് പോകുന്നത്. പിന്നെയോ അൽ ഹാഫിലത്തു ബസ് തസീറു അല ഷാരി, റോട്ടിലൂടെയാണ് പോകുന്നത്. അങ്ങനെയല്ല വരിക? അസയ്യാറ അല്ലെങ്കിൽ അൽ ഹാഫില. ഇതാണ് ഇവിടെ കിടക്കണേ ഇതുപോലെ. ഇനി അടുത്തത് റത്തിബുൽ ഇബാറാത്ത് താലിയ ഹത്ത തസീറ ഹിക്കായ. ഇവിടെയുള്ള സെൻറ്റൻസുകൾ ഓർഡർ കഥയാക്കി മാറ്റുക. ഫഹിമ അന്നഹു വക്കാവുനാക്ക ഹാദിസത്ത് ത്വായറ. അവിടെ ഒരു വിമാനാപകടം നടന്നു എന്ന് അവന് മനസ്സിലായി. യൗമ ബസറ റൈഹാൻ ഇൽ മദ്, ഒരു ദിവസം റൈഹാൻ മത്താറിലേക്ക് വന്നു. ഫജിയത്തൻ സമിയ സൗത്തൻ മുഖീഫ, പെട്ടെന്ന് അവനൊരു ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ടു. വൻതളറ വാലിദഹു അൽ ഖാദിമിൻ ദുബൈ, ദുബൈയിൽ നിന്ന് വരുന്ന വാപ്പയെ കാത്തിരുന്നു. ആനക്ക റൈഹാൻ വാലിദഹു വക്കാൽ അൽഹംദുലില്ല, റൈഹാൻ വാപ്പയെ കെട്ടിപ്പിടിച്ച് അൽഹംദുലില്ല സലാമ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഓർഡർ? ആദ്യം ഇവനവിടെ എത്തി അല്ലേ? എത്തിയിട്ട് എന്ത് ചെയ്തു? കാത്തിരുന്നു. പിന്നെ അപ്പം എന്ത് കേട്ടു? സൗണ്ട് കേട്ടു. അപ്പോൾ അവന് മനസ്സിലായി അതൊരു അപകടമാണെന്ന്. അവസാനം റൈഹാൻ വാപ്പയെ കണ്ടുമുട്ടി എന്നും പറഞ്ഞു. ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇതിൽ ദഹബ റൈഹാനിൽ മുസ്തഷ്ഫ ലക്കിയ ബാഹു ഇതിലില്ലല്ലോ. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അതും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇനി 10 നഖറ തർജ്ജമത്ത് യൂസുഫ് അൽ ഇളം വനുക്കമിലിൽ ബയാനത്ത് ഷഖ്സി. യൂസുഫ് അൽ ഇളമിൻ്റെ എന്ത് ചെയ്യുക? പ്രൊഫൈൽ നോക്കി ബയോഡാറ്റ ശരിയാക്കുക. യൂസുഫ് അൽ ഇളം ഷായർ. യൂസുഫ് ഇളം ആരാണ്? ഒരു കവിയാണ്. വുലിദഫി മദീനത്തി മുആൻ, മുആനിലാണ് 1931 ജനിച്ചത്. വഹു ഉർദുനിയിൽ ജിൻസ്രി, അദ്ദേഹത്തിൻ്റെ പൗരത്വം ഉർദുൻ ജോർദാനാണ്. തൂഫിയ ആമ അൽഫൈൻ വ സബ, 2007 ഫിൽ ഉർദുനിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതാസരമാണ് യാ ഖുദ്സ് വരിഹാബുൽ അഖസ. ഇസ്മുൽ കാമിൽ എന്ത് വരും? യൂസഫ് അൽ ഇളം. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് 1931. മെക്കാനുൽ മീലാദ് ഏത് വരും? മുആൻ. ജിൻസിയ ഉർദുനി. താരീഖ് വഫാത്ത് 2008. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം യാ ഖുദ്സ് റിഹാബുൽ അഖ്സ. അത്രയാണ് അതിൽ ചെയ്യേണ്ടത്. കണ്ടില്ല ഇവിടെ?
ഇതുപോലെ. അടുത്തത് അക്മിലുൽ ജുമല ബി സിഫത്തിൻ മുനാസിബ, അനുയോജ്യമായ സിഫത്ത് വെച്ച് കൊടുക്കണം. അയ്യുഹത്തുല്ലാബ് എന്ത് വെക്കണം? ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടില്ല. അയ്യുഹത്തുല്ലാബുൽ ഇസ്സാ, പ്രിയപ്പെട്ട എന്ന് പറയുന്നത്. അത്തമന്ന ലക മുസ്തഖ്ബലൻ ബാഹിറൻ, ലൻ എന്ന് പറഞ്ഞ പോലെ റൻ എന്ന് പറയണം, ബാഹിറൻ. അത്തോസു തായുറുൻ ജമീലുൻ, ഇഷ്തറേത്തു ഹഖീബത്തൻ ജദീദത്തൻ എന്നെഴുതാം അല്ലേ? മുസ്തഖ്ബിലൻ ബാഹിറ, ത്വാവുസു തായുറുൻ ജമീലുൻ, ഹിബത്തൻ ജദീദത്തൻ, അങ്ങനെ എടുക്കാം. അടുത്ത യദ്ഹബു റൈഹാൻ ഇല മക്തബിൽ മദ്രസ, റൈഹാൻ സ്കൂൾ ലൈബ്രറിയിൽ പോയി. എന്തിനു വേണ്ടിയാ? ബി ഇസ്തിമാറത്തെ മഷ്റൂ അസ്ബാലി ഷുർത്തത്തി തുല്ലാബ്, SPC ഫോമുമായിട്ട്. സാലിമിനെ കണ്ടു, അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു. സാലിം എന്ത് പറഞ്ഞു? സബാഹൽ ഖൈർ, റൈഹാൻ സബാഹൻ നൂർ. അപ്പോൾ സാലിം ചോദിക്കുന്നു ഇല ഐന, എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ റൈഹാൻ ഇല മക്തബിൽ മദ്രസ, സ്കൂൾ ഓഫീസിലേക്ക്. ലിമാദ, എന്തിനാണ്? ലി തഖദീം, കൊടുക്കാൻ. എന്ത് കൊടുക്കാൻ? ഇസ്തിമാറത്ത് മഷ്റൂ അഷ്ബാൽ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എഴുതാം. മത്താ തുഖദ്ദിമുൽ ഇസ്തിമാർ, എപ്പോഴാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കും അല്ലേ? ഇപ്പം തന്നെ എന്ന് പറയും. ഹൽ തഷ്തജിക് ഫി ഹാദിഹിൽ മഷ്റൂ, നീ ഇപ്പത്തിൽ ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാലിം നഅം എന്ന് പറയാം. ഇവിടെ നോക്കൂ, അൽ ആൻ ഇപ്പം തന്നെ കൊടുക്കാം കേട്ടോ. അൽ ആൻ ഇതാ അവിടെ, സിമ്പിളല്ലേ? ഇനി അടുത്തത് ഇക്രയിൽ ഫക്ര വൻഷ മിൻഹ സലാസ്ത അസ്ഇല, പാരഗ്രാഫ് വായിച്ച് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. മാത എന്ത്, മത്ത എപ്പോൾ, ഐന എവിടെ, മൻ ആര്. റാഷിദുൻ വലതുൻ, റാഷിദ് ഒരു കുട്ടിയാണ്. യദ്റുസുഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു. കാന സരിയുകൾ കഥ, അവന് പെട്ടെന്ന് ദേഷ്യം വരും. യൗമൻ ജമാലഹുൽ വാലിദ് മസാമീറ ഷാക്കൂസ, അവനൊരു ദിവസം കുറച്ച് ആണിയും ചുറ്റിയും കൊടുത്തു. ദക്ക ജമീ അൽ മസാമീർ, എന്ത് ചെയ്തു? അവനെല്ലാം ആണിയും അടിച്ചു. ഫി ലൗഹിൻ ഖശബിയൻ, ഒരു മരത്തിൻ്റെ ലൗഹിൽ, ഒരു പ്രതലത്തിൽ. വറദ്ദ റാഷിദ് ലൗഹയിലൽ വാലിദ് മസായൻ, അവനതുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്താ ചോദ്യം? മാത എന്ത് അല്ലേ? അപ്പം എന്താ ചോദിക്കുക? മാത ദക്ക റാഷിദ്, എന്താണ് റാഷിദ് അടിച്ചത്? മാത ദക്ക റാഷിദ്. മത്ത എപ്പോൾ എന്നല്ലേ? മത്ത റദ്ദ റാഷിദ് അൽ ലൗഹ, എപ്പോഴാണ് അവൻ തിരിച്ചു കൊടുത്തത്? മത്ത റദ്ദ റാഷിദ് അൽ ലൗഹ. പിന്നെ ഐന, ഐന യദുറുസു റാഷിദ്, ഐന യദുറുസു റാഷിദ്, റാഷിദ് അവിടെ പഠിക്കുന്നത്. മൻ എന്ത് ചോദിക്കാം? മൻ റാഷിദ്, ആരാണ് റാഷിദ്? ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ? ഇവിടെ എങ്ങനെ ചോദ്യം വന്നിട്ടില്ല നോക്കാം നമുക്ക്. മാതാ ദക്ക റാഷിദ്, മത്താ റദ്ദ റാഷിദ്, ഐന യദ്റുസ് റാഷിദ്, മൻ കാന സരിയുൽ ആളം, അങ്ങനെയും ചോദിക്കാം. അടുത്തതോ 13 റത്തിബിൽ കലിമ ഹത്താ തസീറ ജുംല, ഇത് സെൻറ്റൻസ് വാക്കുകൾ ഓർഡറിലാക്കാൻ. അൽ മുജിദ്ദു, പരിശ്രമശാലി. യസ്കുത്തു, വീഴുന്നു. ലൻ, ഒരിക്കലും. അപ്പോൾ ലൻ യസ്കുത്തൽ മുജിദ് അതാണ് വരിക. അത്വാലിബു ഇല വസല അൽ മദ്രസ, അപ്പോൾ വസല അത്വാലിബു ഇലൽ മദ്രസ, അങ്ങനെ ഓർഡർ. വസല അത്വാലിബു ഇലൽ മദ്രസ. അസയ്യാറ കാർ. കാമ നിന്നു, ലബി കാമ ബിഷിറാ, കാമ നിർവഹിച്ചു. ബിഷിറാ വിൽക്കൽ നബീൽ, നബീൽ പേര് അല്ലേ? അപ്പോൾ കാമ നബീൽ ബിഷിറായി അസയ്യാറ, നബീൽ കാർ വിറ്റു എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഓർഡറിൽ എഴുതണം. അടുത്തത് 14 നുലാഹിൽ അഷാ വനുജീബൻ അസ്ഇല. ഇവിടെ ഒരു നോട്ടീസ് ഉണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. എന്നിട്ട് മുസാബക്കത്തിൽ ഖിറാ, എന്താണ്? വായനാ മത്സരം. നാദിൽ ലുഗൽ അറബിയ, അറബി ഭാഷ, അറബി ക്ലബ്ബ്. അൽ മദ്രസ സാനവിയ ലുലിയ വയനാട് ഗവൺമെൻറ് ഹൈസ്കൂള്. യഹ്കുദ് നാദിൽ അറബിയ മുസാബക്കത്തിൽ ഖിറാ ഫി യൗമിൽ ഇസ്നൈൽ കാദിം, വരുന്ന ചൊവ്വാഴ്ച വായനാ മത്സരം നടത്തുന്നു. നർജു മിനൽ മുഷാരിക്കീൻ, പങ്കെടുക്കുന്നവരിന്ന് താല്പര്യം. ഇസ്തിമാലത്തുൽ ഇസ്തിമാറ, ഫോം കീഴ്പ്പറ്റണം. മിൻ മക്തബിൻ നാദി അൽ അറബിയ, എവിടെ നിന്ന്? അറബി ക്ലബ്ബ് ഓഫീസിൽ നിന്ന്. ശുക്രൻ അൽ അമീനുൽ ആം, സെക്രട്ടറി.
അപ്പോൾ ചോദ്യം, മാതാ യഅ്ഖുദു നാദിയൽ ലുഗൽ അറബി, അറബി ക്ലബ്ബ് എന്താ നടത്തുന്നത്? മുസാബഖത്തുൽ ഖിറാഅ. ഇതാണ് ഉത്തരം വരിക അല്ലേ. അടുത്തത്, മത്താ യജ്രി അൽ മുസാബഖ, എപ്പോഴാണ് നടക്കുന്നത്? ഫിൽ യൗമിൽ ഇസ്നൈൻ അൽ ഖാദിം, വരുന്ന എന്താണ് തിങ്കളാഴ്ച അല്ലേ. മത്താ തജ്രി അൽ മുസാബഖ, എപ്പോഴാണ് നടക്കുന്നത്? അത് പറഞ്ഞു. അയിന നഹ്സുലു അലൽ ഇസ്തിമാറ, എവിടെ നിന്നാണ് ഇസ്തിമാറത്ത് കിട്ടുക? മിൻ മക്തബിൻ നാദിൽ അറബി, അറബി ക്ലബിൻ്റെ ഓഫീസിൽ നിന്ന്. ഫി അയ്യത്തി മദ്രസൻ തജ്രി അൽ മുസാബഖ, ഏത് സ്കൂളിലാണ് നടക്കുന്നത്? ഏത് സ്കൂളാണ്? അൽ മദ്രസ് സനവിയ അൽ ഉലിയ, വയനാട്. ഇതാണ് ഉത്തരം വരിക. ഓക്കെ. ഇനി 15, ഇഖ്റഉൽ ഫിക്ര വകമ്മിലുൽ ഫറാഖ് ബി സീഗത്തിൻ മുനാസിബ. ഇവിടെ പാരഗ്രാഫ് വായിച്ച് ഇതിൻ്റെ ഇടയിൽ അനുയോജ്യമായ ഇതിൻ്റെ സീഗ, അതിൻ്റെ രൂപം എഴുതാനാണ് പറയുന്നത്. ഇന്ദമ ഡാഷ് നബീൽ ഖറജ അല്ലേ, ഖറജ നബീൽ. ഇപ്പോൾ ഇവിടെ നബീൽ പോയി എന്നാണ്. ഇപ്പോൾ പോയി ഖറജ യഖ്റുജു എന്നാണ്. ഇന്ദമ യഖ്റുജു നബീൽ, നബീൽ പോകുമ്പോൾ എൽ മസ്ജിദ്, പള്ളിയിലേക്ക്. സഅലഹുൽ വാലിദ്, വാലിദ് ചോദിച്ചു, യാ നബീൽ, നബീലെ, ഹൽ അൻത അൽ യൗമ ഫി ഹഫ്ല സിവാജ് സ്വദീഖിക, ഹൽ അൻത തഹ്ലുറു, നീ പോകുന്നുണ്ടോ എന്നാണ്. തഹ്ലുറു എന്നാണ്. അപ്പോൾ അജാബ് നബി, നബീൽ പറഞ്ഞ അം യാ വാലിദി, അതേ വാലിദേ, പോകുന്നുണ്ട്. അദ്ഹബു, ദഹബയാണ് അവിടെ. അപ്പോൾ നമ്മൾ അദ്ഹബു ഇലാ ബൈത്തിഹി മസാ, വൈകിട്ട് പോകും. ഫറഅ ഔലാദഹു, അപ്പോൾ അദ്ദേഹം മക്കളെ കണ്ടു. ഫിൽ ബാഹ, വഴിയിൽ വെച്ചിട്ട്, വഴിയിലല്ല മുറ്റത്ത് കണ്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൻത, നിങ്ങൾ, ലഇബ, അൻതും തൽഅബൂൻ, നിങ്ങൾ കളിക്കുകയാണോ? ഫഖാലു, അയാൾ പറഞ്ഞത്, അവർ പറഞ്ഞു, ല നഹ്നു ജമഅയാണ്. അപ്പം നഹ്നു വരുമ്പോൾ നഹ്നു നജ്മഉ വൽ അഹ്ജാർ ലി തൻലീഫിൽ ഫിന, അങ്ങനെ വരിക. നഹ്നു നജ്മഉ, ഞങ്ങൾ കളക്ട് ചെയ്യാണ് അല്ലേ. ഇതുപോലെ ഇതാണ്. ഇനി അടുത്തത്, അൽക്കാ റാഷിദ് ഖുതുബത്തൻ സഗീറത്തൻ ബി മുനാസബത്തി ഈദുൽ അത്ഫാൽ. ഈദുൽ അത്ഫാൽ, ഈ ശിശുദിനത്തോടനുബന്ധിച്ചിട്ട് റാഷിദ് ഒരു പ്രസംഗം നടത്തി. നുഇദ്ദുൽ ഖുതുബത ബി മുസായിദ് നിക്കാ, താഴെയുള്ള സൂചനകൾ വെച്ച് പ്രസംഗം തയ്യാറാക്കാനാണ് പറയുന്നത്. നവംബർ 14 ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. യദാഉൽ വർദത ഫിൽ ഖമീസ്, അദ്ദേഹം ഖമീസിൽ എന്ത് വയ്ക്കും? പൂ വയ്ക്കുന്നതാണ്. അപ്പോൾ എന്താണ്? അയ്യുഹൽ അഇസ ഉഹയ്യീക്കും തഹിയ്യത്തൻ ത്വയ്യിബത്തൻ മുബാറക അന മസ്റൂറുൻ ജിദ്ദൻ അൽ യൗമ അന അഖ്തുബു അമാമക്കും ഖുതുബത്തൻ അൻ മീലാദ് ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് നോക്കാം. എന്താണ്? അയ്യുഹൽ അഇസ ഉഹയ്യീക്കും തഹിയ്യത്തൻ ത്വയ്യിബത്തൻ മുബാറകത്തൻ ഫി ഹാദ സബാഹിൽ മഹ്മൂൻ അന മസ്റൂറുൻ ജിദ്ദൻ ലിയഖൂമ അമാമക്കും ബി മുനാസബത്തി ഈദുൽ അത്ഫാൽ അൽ യൗം അൽ റാബി അഷർ നവംബർ നഹ്തഫിലു ഹാദൽ യൗം യൗമ ഈദുൽ അത്ഫാലായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നഅരിഫു അൽ യൗം, നമുക്കറിയാം യൗം മീലാദ് ജവഹർലാൽ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണെന്ന്. ഹു യുഹിബ്ബുൽ അഹ്വാദ ഹുബൻ ജദീദ, അദ്ദേഹം കുട്ടികൾ ഇഷ്ടപ്പെടും. വകാന യലഉൽ വർദത ഫി ജൈബിൽ കമീസ് അബദ, എപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും? കമീസിൽ അദ്ദേഹം പൂവയ്ക്കും. അഖ്തതു കലാമി, ഞാൻ എൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നു. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും, കേട്ടതിൽ നന്ദി എന്നാണ്. ഇനി നമുക്ക് അടുത്തത് 16 ലാഹിൽ സൂറ വാഇദ് തഖ്രീർ അൽ മുദവ്വൻ. ഇവിടെ ചിത്രം നോക്കിയിട്ട് ഇതൊരു വ്ളോഗിങ് വാക്കി മാറ്റാം. മർഹബൻ അഹ്ലൻ വസഹ്ലൻ അൽ ആൻ ഫി ഖറിയത്തിൻ ജമീല, ഞാനെന്നൊരു മനോഹരമായ ഗ്രാമത്തിലാണ്. ഹുന, അവിടെ എന്തുണ്ട്? ഇങ്ങനെ എഴുതാം. അൽ ആൻ ഫി ഖറിയത്തിൻ ജമീല നറാ ഹുന മനാദിറ കസീറ, അവിടെ ധാരാളം കാഴ്ചകളുണ്ട്. എന്താണ്? ഹുനായ് ബുഹൈറത്തുൻ ജമീല, വലിയ ഒരു അരുവി. എന്താണ് അരുവിയല്ല, ഒരു തടാകമുണ്ട്. മഅഹ നഖിയ, അതിൻ്റെ വെള്ളം നല്ല തെളിഞ്ഞതാണ്. തുഖയ്യലുഹ കമീറ, ഇതൊന്ന് തെറ്റാണ് കേട്ടോ മക്കളെ. ഫി ജിവാരിഹ റായ, അതിൻ്റെ അടുത്തെന്താണ്? അപ്പം അതുപോലെ അങ്ങനെ എഴുതാം കേട്ടോ. ഹുന ബുഹൈറത്തുൻ വഫിൽ ബുഹൈറത്തി ബത്തത്തുൻ, അല്ലേ? ബുഹൈറത്തിൽ എന്തുണ്ട്? ബത്തത്സ്, എന്താണ്? ഈ അരയന്നങ്ങളുണ്ട് അല്ലേ? വഹാദിഹി
വഹാദ മൻലറുൻ ജമീൽ, അതൊരു മനോഹരമായ കാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസ് എഴുതാം. അപ്പോൾ ഇത്രയാണ് 8ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറുകളും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.